നെയ്മറിന്റെ ബാഴ്സ ജേഴ്സിയിലെ ആദ്യ മത്സരം നടന്ന സ്റ്റേഡിയം കാണാൻ പോലെ നമുക്ക് ഹലോ എവ്രിവൺ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയില്ലേ നമ്മളൊരു സ്റ്റേഡിയം കാണാൻ പോകുന്നത്. അതെ, അവിടെയാണ് നമ്മൾ EU സ്പേസ് ഡേയ്സിന്റെ കോക്ടെയിൽ പാർട്ടി നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റേഡിയം കണ്ടാലോ? ഈ ബ്യൂട്ടിഫുൾ സ്റ്റേഡിയത്തിന്റെ പേരാണ് പോൾസാറ്റ് പ്ലസ് അരീന. ഇവിടുത്തെ പോളിഷ് ലീഗിലെ ലീക്കിയാക് ഡാൻസ്ക് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരുടെ ഹോം ഗ്രൗണ്ട് ആണിത്. നമ്മൾ 2012 യൂറോ കപ്പ് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഏത്? നമ്മളെ സ്പെയിൻ വിന്നേഴ്സ് ആയ യൂറോ കപ്പ്. ആ ഒരു ടൂർണമെന്റിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ സ്റ്റേഡിയം ഇവിടെ പണിഞ്ഞത് തന്നെ. അത് മാത്രല്ല, ഇവിടെ വേറൊരു ഐക്കോണിക് മൊമെന്റ് തന്നെ നടന്നിട്ടുണ്ട്. അതേതാന്ന് നീ പറഞ്ഞോ? യെസ്, ഇവിടെയാണ് നമ്മളുടെ കാനറി പടയുടെ രാജകുമാരൻ, നമ്മളുടെ സ്വന്തം സുൽത്താൻ ബാഴ്സ ജേഴ്സിയിൽ ആദ്യമായിട്ട് അവതരിച്ചത്, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. അതൊക്കെ ഒരു കാലം. ഇനി ഈ വീഡിയോസ് ഒക്കെ കണ്ടിങ്ങനെ നൊസ്റ്റാൾജി അടിച്ചിരിക്കുക. ഈ ഒരു സ്റ്റേഡിയം ടൂറിൽ ഞാൻ ലിറ്ററലി സ്റ്റക്കായിപ്പോയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ആസ് എ ഡൈ ഹാർഡ് ബാഴ്സ ഫാൻ, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന നമ്മുടെ പ്ലേയേഴ്സിന്റെ അന്നത്തെ മാച്ചിലെ സൈൻഡ് ഒരു ബാഴ്സ ഫ്ലാഗ് ഞാൻ അവിടെ കണ്ടു. ആ ഒരു മൊമെന്റ് എൻ്റെ അമ്മോ കിട്ടില്ല ഒരു ഫീൽ ആയിരുന്നു. അപ്പം ഇതിൽ ഒരുപാട് പേരുടെ സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കണ്ണ് പരുതിയ ഒറ്റ ഒരാളുടെ ഒപ്പിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതാരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ. നമ്മുടെ ഹാൻസി ഫ്ലിക്കും ഗാർഡിയോളയൊക്കെ ഹാഫ് ടൈമിന്റെ സമയത്ത് പ്ലേയേഴ്സിനെ എടുത്ത് ഷൗട്ട് ചെയ്യുന്നതും ദേഷ്യപ്പെട്ട് ബോട്ടിലൊക്കെ വലിച്ചെറിയുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഡ്രസ്സിംഗ് റൂമിനകത്ത് എങ്ങനെയായിരിക്കും ഒരു ഫീൽ. സോ ആ ഒരു ചാൻസും ഈ ഒരു ടൂറിനോടൊപ്പം തന്നെ കിട്ടി. ഇതിനെ പറ്റി ഒരുപാട് കാര്യമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ പിച്ച് കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പോയത് ഞാനാണ്. അവിടെ ചെന്ന് നമ്മൾ ആ ടച്ച് ലൈനിന്റെ അടുത്ത് നിന്ന് ഈ ഫീൽഡ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ പ്ലേയേഴ്സ് ഒക്കെ ഇരിക്കുന്ന ബെഞ്ചിൽ പോയിരുന്നിട്ട് സ്വന്തമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് വന്നത്. സ്റ്റേഡിയം ടൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കോക്ടെയിൽ പാർട്ടി ശരിക്കും ആരംഭിച്ചത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ നല്ല കിടില ഫുഡൊക്കെ കഴിച്ച് നമ്മളെ സ്റ്റേഡിയത്തിന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ ഡോമിലേക്ക് നേരെ പോയി. അപ്പോൾ ഓക്കെ, സോ വിൽ സീ യു ബിഫോർ ദ നെക്സ്റ്റ് ബ്ലർ. ബൈ ബൈ.